റിപ്പോർട്ടഡ് സ്പീച്ച് നിങ്ങൾ കുറേ ആയിട്ട് ചോദിക്കുകയാണല്ലേ. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് പഠിക്കാം? അപ്പോൾ നമ്മൾ ബേസ് ലെവലിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടേബിൾസ് കവർ ചെയ്യാനുണ്ട്. ഈ ടേബിൾ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാമെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ ആണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം ടെൻസിൽ വരുന്ന ചേഞ്ച് ആണ്. അപ്പോൾ എന്താ, നമ്മൾ പ്രസൻറ്റ് ടെൻസിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സിമ്പിൾ പ്രസൻറ്റിലേക്ക് കടക്കുകയാണെന്ന് വിചാരിക്കാം. ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ നിങ്ങളൊരു സെൻറ്റൻസ് ആലോചിച്ച് നോക്കിയേ. ഐ ഈറ്റ് ആപ്പിൾ അല്ലേ, ഐ ഈറ്റ് ആപ്പിൾ എന്നുള്ളത് എന്തിലേക്ക് കൺവേർട്ട് ആവും എന്നറിയോ? അതിൻ്റെ തന്നെ പാസ്റ്റിലേക്ക് കൺവേർട്ട് ആവും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് കിട്ടുന്ന സെൻറ്റൻസിനെ നേരെ പാസ്റ്റിലേക്ക് മാറ്റാൻ ഓർക്കുക. അതായത് സിമ്പിൾ പ്രസൻറ്റ് എന്താവും? സിമ്പിൾ പാസ്റ്റ് ആവും. ഐ ഈറ്റ് ആപ്പിൾ എന്നുള്ളത് ഇപ്പം നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആയിട്ടല്ല കൺവേർട്ട് ചെയ്യുന്നത്, ജസ്റ്റ് ടെൻസ് കൺവേർട്ട് ചെയ്യാണ്. ഐ എയ്റ്റ് ആപ്പിൾ എന്നാവും. ഓക്കെ, വേർബിനെ നമ്മൾ എന്ത് ചെയ്തു? നേരെ പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതേപോലെ ഇപ്പോൾ നമുക്കതാ പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്താവും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഐ ആം ഈറ്റിംഗ് ആപ്പിൾ എന്നാണ് നിങ്ങളുടെ സെൻറ്റൻസ് എന്ന് വിചാരിക്കാം. ഓക്കെ, അത് നമ്മൾ നേരെ അതിൻ്റെ പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെയും പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഐ ആം ഈറ്റിംഗ് ആപ്പിളിൻ്റെ പാസ്റ്റ് എന്താ? ഐ വാസ്, ബാക്കി അതേപോലെ ഈറ്റിംഗ് ആപ്പിൾ. ഓക്കെ, ഇനി പേടിക്കണ്ട. അപ്പം മിസ്സേ ഹാവ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. പേടിക്കണ്ട. ഓക്കെ, അപ്പം നമുക്കുണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റ് ആണുള്ളത് എന്ന് വിചാരിക്കുക. അതായത് ഹാവും ഹാസും ഒക്കെ ഉള്ളതാണ് വരുന്നതെന്ന് വിചാരിക്കുക. ഐ ഹാവ് ഈറ്റൻ ആപ്പിൾ എന്ന് വന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, അത് നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും? അതിൻ്റെ തന്നെ പാസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്ത് വരും? ഐ ഹാഡ്, ഹാവിൻ്റെ പാസ്റ്റ് എന്താ? ഹാഡ്. ഐ ഹാഡ് ഈറ്റൻ ആപ്പിൾ എന്ന് വരും. ഓക്കെ, ഇനി ഇതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഹാസ് ആണ് വരുന്നതെന്ന് വിചാരിക്കുക. ലൈക്ക് ഷീ ഹാസ് ഈറ്റൻ ആപ്പിൾ എന്നാണ് വരുന്നതെങ്കിലോ സിമ്പിൾ ആണ്. ഹാവിൻ്റെയും ഹാസിൻ്റെയും പാസ്റ്റ് എന്താ? ഹാഡ്. അപ്പം എന്ത് വരും? ഷീ ഹാഡ് ഈറ്റൻ ആപ്പിൾ എന്ന് വരും. കണ്ടോ, സിമ്പിൾ അല്ലേ? ഇനി അതേപോലെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ് വരുന്നതെന്ന് വിചാരിക്കുക. ഐ ഹാവ് ബീൻ ഈറ്റിംഗ് ആപ്പിൾ എന്ന് നിങ്ങൾ കണ്ടു. അപ്പം നിങ്ങൾ അയ്യോ ഇതിൽ കുറേ ഹാവ് ഉണ്ട്, ബീൻ ഉണ്ട്, എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, ഹാവിൻ്റെ പാസ്റ്റിലേക്ക് മാറ്റുക. എന്ത് വരും? ഐ ഹാഡ് ബീൻ ഈറ്റിംഗ് ആപ്പിൾ എന്ന് വരും. ഓക്കെ, അപ്പോൾ ദാ നിങ്ങൾക്ക് പ്രസൻറ്റിലെ കൺവേർഷൻ ഫുൾ ക്ലിയർ ആണല്ലോ. പാസ്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് 1-2 ക്വസ്റ്റ്യൻസ് തരാം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ശ്ലോക സെഡ് ഐ ഹാവ് എക്സാംസ് ടുമോറോ. അപ്പം നമ്മൾ പറയും ശ്ലോക സെഡ് എന്താക്കും? ദാറ്റ് അല്ലേ? നിങ്ങൾ എന്ത് ഇങ്ങനത്തെ അസർട്ടീവ് സെൻറ്റൻസ് കൺവേർട്ട് ചെയ്യുമ്പോഴും ദാറ്റ് ഇടാൻ മറക്കരുത്. ശ്ലോക സെഡ് ദാറ്റ് ഐ ഹാവ് എക്സാംസ് ടുമോറോ എന്താവും? ശ്ലോക പെൺകുട്ടിയല്ലേ, അപ്പം നമ്മൾ പറയും ഷീ ഹാവ്. ഹാവിൻ്റെയും ഹാസിൻ്റെയും പാസ്റ്റ് എന്താ? ഹാഡ് ആണ്. ഷീ ഹാഡ് എക്സാംസ് ടുമോറോ എന്ന് പറയാൻ പറ്റുമോ? ഇത് എപ്പോഴാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ടുമോറോ എന്താവും? നെക്സ്റ്റ് ഡേ എന്നാവും. ഓക്കെ, നെക്സ്റ്റ് ഡേ എന്നാവും. അപ്പോൾ ശ്ലോക സെഡ് ദാറ്റ് ഷീ ഹാഡ് എക്സാംസ് നെക്സ്റ്റ് ഡേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ക്ലിയർ ആണല്ലോ. ഇനി വരുന്നതാണ് പാസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിമ്പിൾ പാസ്റ്റിലുള്ളൊരു സെൻറ്റൻസ് വന്നു, ഐ എയ്റ്റ് ആപ്പിൾസ് എന്ന്. അപ്പം നിങ്ങൾ പറയും അയ്യോ മിസ്സേ എനിക്ക് പ്രസൻറ്റ് ടെൻസിനെ പാസ്റ്റ് ആക്കാൻ അറിയാം, പക്ഷെ പാസ്റ്റ് ടെൻസിന് ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ദാ ഐ എയ്റ്റ് ആപ്പിൾ എന്നുള്ളത് പാസ്റ്റിൻ്റെ പാസ്റ്റായ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറും. ബുദ്ധിമുട്ടുണ്ടോ? പാസ്റ്റിൻ്റെ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ എയ്റ്റ് ആപ്പിൾ, ഐ ഹാഡ് ഈറ്റൻ ആപ്പിൾ. ഓക്കെ, ഹാഡ് വരും, അത്രേ ഉള്ളൂ. നിങ്ങൾ പാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഹാഡ് വരും. ഓക്കെ, ഐ എയ്റ്റ് ആപ്പിൾ എന്താവും? ഐ ഹാഡ് ഈറ്റൻ ആപ്പിൾ വരും. അപ്പോൾ ഐ ഹാഡ് ഈറ്റൻ ആപ്പിൾ തന്നെ ഓൾറെഡി വന്നു കഴിഞ്ഞാലോ ഇതിലും വലിയ പാസ്റ്റ് ഇനി പോസിബിൾ അല്ല. അപ്പം നമ്മൾ അതേ സംഭവം തന്നെ എഴുതി വയ്ക്കും, ഐ ഹാഡ് ഈറ്റൻ ആപ്പിൾ എന്ന്. അതായത് സിമ്പിൾ പാസ്റ്റ് എന്തായി? സിമ്പിൾ പാസ്റ്റ് എന്തായി? പാസ്റ്റ് പെർഫെക്റ്റ് ആയി. ഓക്കെ, ഇതേപോലെ തന്നെയാണ് അടുത്ത കോൺസെപ്റ്റ് ഐ വാസ് ഈറ്റിംഗ് ആപ്പിൾ. നമുക്കറിയാം ഐ ആം ഈറ്റിംഗ് ആപ്പിൾ എന്താവും? ഐ വാസ് ഈറ്റിംഗ് ആപ്പിൾ ആവും അല്ലേ?
അല്ലെങ്കിൽ ദേ ആർ ഈറ്റിംഗ് ആപ്പിൾ എന്താവും, ദേ വേർ ഈറ്റിംഗ് ആപ്പിൾ എന്നാവും. പക്ഷെ ഓൾറെഡി ഐ വാസ് ഈറ്റിംഗ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ നമ്മൾ ഹാഡ് കൊണ്ടുവരും. ഐ ഹാഡ്, പിന്നെ ING ഫോം വരാനുള്ളതല്ലേ, അപ്പം നമ്മൾ ബീൻ ഇടും. ഐ ഹാഡ് ബീൻ ഈറ്റിംഗ് ആപ്പിൾ. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ ഐ ഹാഡ് ബീൻ ഈറ്റിംഗ് ആപ്പിൾ എന്ന് പറഞ്ഞ സാധനം നിങ്ങളോട് പിന്നെയും ചോദിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഐ ഹാഡ് ബീൻ ഈറ്റിംഗ്, സോറി ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും വലുപ്പം കുറവായിരുന്നു ഇപ്പുറത്ത്. ഓക്കെ, ഐ ഹാഡ് ബീൻ ഈറ്റിംഗ് ആപ്പിൾ വന്നു കഴിഞ്ഞാൽ അത് തന്നെ വരും ഐ ഹാഡ് ബീൻ ഈറ്റിംഗ് ആപ്പിൾ, കാരണം അതിൻ്റെ പാസ്റ്റ് പിന്നെ പോസിബിൾ അല്ല. ഓക്കെ, ടെൻഷൻ ആവണ്ട, കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്തു നോക്കാം. ശ്രാവൺ സെഡ് ഐ ആം എ പോലീസ് ഓഫീസർ നൗ. രാധ, ഇപ്പം രാധേനോടാണ് ആര് പറയുന്നത്, ശ്രാവൺ പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ പറയും ശ്രാവൺ രാധേനോട് പറയുന്നുണ്ട്. സെറ്റ് ടു രാധ എന്നുള്ളത് എന്താവും, ടോൾഡ് രാധ എന്നാവും. ഓക്കെ, ശ്രാവൺ ടോൾഡ് രാധ. പിന്നെന്ത് വേണം, ദാറ്റ് വേണമല്ലേ, ദാറ്റ് ഒഴിവാക്കാൻ പറ്റില്ല. ശ്രാവൺ ടോൾഡ് രാധ ദാറ്റ് ഐ ആമിൻ്റെ പാസ്റ്റ് നമ്മൾ എന്താ കണ്ടത്, ഇവിടെ ഐ ശ്രാവൺ ആയതുകൊണ്ട് ഹി ആവും. ആമിൻ്റെ പാസ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്, ഹി വാസ് എ പോലീസ് ഓഫീസർ. നൗ എന്ന് പറയുമ്പോൾ ആ മൊമെൻറ്റിലല്ലേ, അത് നമുക്കറിയില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് പറയും, ദെൻ. ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സീത ടോൾഡ് ശ്യാം ഐ എം റൈറ്റിംഗ് ലെറ്റർ ടു പ്രജ്വൽ. അപ്പം അത് എന്ത് വരും, സീത ടോൾഡ് അതേപോലെ ആയതുകൊണ്ട് അത് മാറ്റണ്ട. സീത ടോൾഡ് ശ്യാം, ഐ ആരാ, സീതയാണ്. അപ്പം ഷീ, ആം റൈറ്റിംഗിൻ്റെ പാസ്റ്റ് എന്താ, ഷീ വാസ് റൈറ്റിംഗ് ലെറ്റർ ടു പ്രജ്വൽ. ഓക്കെ, അതിലൊന്നും ഒരു ചേഞ്ചും വരുത്തേണ്ട ആവശ്യമില്ല. യെസ്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സീന ടോൾഡ് ശിവം ഐ വിൽ വെയിറ്റ് ഫോർ യു. ദാറ്റ് ഈസ് റൊമാൻറ്റിക് അല്ലേ. അപ്പം സീന ടോൾഡ് ശിവം, ഐ ആരാ, സീനയാണ്. അപ്പം നമ്മൾ എന്ത് പറയും, അയ്യോ ദാറ്റ് മറക്കരുത്, ദാറ്റ് ഷീ, വില്ലിൻ്റെ പാസ്റ്റ് എന്താ, ഷീ വുഡ് വെയിറ്റ്. വുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെയിറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. വെയിറ്റ് ഫോർ യു ആണോ, അല്ല, ഹിം. യെസ്, മൂവിങ് ഓൺ. സീന ടോൾഡ് ശിവം, പിന്നെയും പറയണം ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. അപ്പം നമ്മൾ പിന്നെ എന്ത് പറയും, സീന ടോൾഡ് ശിവം, എന്താണ് ശിവം, ദാറ്റ് ഐ ഹാഡ് ബീൻ, ആരാ, സീനയാണല്ലേ, ഷീ ഹാഡ് ബീൻ വെയിറ്റിംഗ്. ഞാൻ എന്ത് പറഞ്ഞു, ഹാഡും ഹാഡ് ബീനും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ്റ്റ് ആക്കാൻ പറ്റൂല അല്ലേ. അപ്പം ഷീ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിം. യെസ്. അപ്പോൾ ദാ നെക്സ്റ്റ്. ഇനി നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ, ഇത്രയും സിമ്പിളായിട്ടല്ല നമ്മളോട് ചോദിക്കുക അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളോട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാൻ പഠിക്കണം. ക്വസ്റ്റ്യൻസ് നമ്മൾ രണ്ട് രീതിയിൽ ചോദിക്കും അല്ലേ. വാട്ട് ഈസ് യുവർ നെയിം, വെർ ആർ യു ഫ്രം, ഹൗ ആർ യു പോലെ WH ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്യാൻ യു ഡു ഇറ്റ്, വിൽ യു ഹെൽപ്പ് മീ, ഡു യു വാണ്ട് ഗോ ഔട്ട്, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ. ഹെൽപ്പിംഗ് വേർബ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ WHO വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ WH ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഹെൽപ്പിംഗ് വേർബ് ആണെങ്കിൽ ഇഫ് ഓർ വെദർ യൂസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ വെദറിൻ്റെ സ്പെല്ലിങ് തെറ്റുന്ന ഉറപ്പുള്ളവർ ഇഫ് മാത്രം യൂസ് ചെയ്യുക. ഓക്കെ, വിൽ സി. ഇപ്പോഴേ അയ്യോ എന്താ പറഞ്ഞതെന്ന് ആലോചിക്കണം, നമുക്ക് നോക്കാം. ഐ സെഡ് ടു ഹർ ഹൗ ആർ യു. അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ നിങ്ങൾ ആൻസർ എങ്ങനെ എഴുതണം, ഐ ആസ്ക്ഡ് ഹർ ഹൗ എഴുതിയെടുക്കുക. ഹൗ, ഇനി ദാറ്റ് ഒന്നും വേണ്ട, ഹൗ എഴുതിയെടുക്കുക. ഹൗ, ഈ ഷീനെ നമ്മൾ ആദ്യം തന്നെ ഹെറിനോടല്ലേ പറയുന്നത്, അപ്പോൾ ഷീനെ നമ്മൾ എഴുതിയെടുക്കും, ആറിൻ്റെ പാസ്റ്റിലേക്ക് മാറ്റും. ഹൗ ഷീ വാസ്, ഐ ആസ്ക്ഡ് ഹർ ഹൗ ഷീ വാസ്. ഓക്കെ, അടുത്തത് രാഹുൽ സെഡ് ടു മീ ഹാവ് യു ഈറ്റൻ എനിത്തിങ്. രാഹുൽ ആസ്ക്ഡ് മീ, ഇപ്പം WH ആണോ, അല്ല അല്ല, ഹാവ് യു ആണ്. എന്താണ്, ഹെൽപ്പിംഗ് വേർബ് ആണ്. WHൽ ഹൗ മാത്രമേ Hൽ വരുന്നുള്ളൂ. ഓക്കെ, ഇഫ് ഇടാൻ പറഞ്ഞിരുന്നു ഞാൻ. യു ആരാ, ഞാനാണ്. ഇഫ് ഐ ഹാവ് ഈറ്റൻ എനിത്തിങ്ങിൻ്റെ പാസ്റ്റ് എന്താ, ഇഫ് ഐ ഹാഡ് ഈറ്റൻ എനിത്തിങ്. Okay, clear? Yes. Next question. Preeta said, can you please help me? Preeta asked me
ഇഫ്, കാരണം എന്താ ക്യാൻ എന്താ ഹെൽപ്പിംഗ് verb ആണ്. ഇഫ് യു ആരാ ഞാനാണ് ഐ ക്യാൻ ഹെൽപ്പ് ഹർ എന്താവും ഐ കുഡ് ഹെൽപ്പ് ഹർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രീത സെഡ് വാട്ട് ഇസ് ദിസ് തിങ്? അതെന്താവും? പ്രീത asked what that thing isന്റെ past എന്താ? was ആണ്. പ്രീത asked what that thing was. കണ്ടോ, ഈസി ആണ്. പ്രീത said please sit down. പക്ഷെ ഇവിടെ നിങ്ങൾ പെട്ടു. കാരണം എന്താ? ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഇല്ല. നമുക്ക് മനസ്സിലായി, ഓ പ്ലീസ് പറഞ്ഞതുകൊണ്ട് എന്തായിരിക്കും? റിക്വസ്റ്റ് ആയിരിക്കും അല്ലേ? അപ്പം നമ്മൾ പറയും പ്രീത, ഞാനൊരു ഫ്ലോയിൽ വരുമ്പോൾ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ചെറിയൊരു പ്രശ്നം നിങ്ങൾക്ക് തോന്നിയേക്കും കേട്ടോ. പ്രീത റിക്വസ്റ്റഡ് ടു എന്താ, ഇങ്ങനെ എന്തെങ്കിലും റിക്വസ്റ്റ്, ഓർഡർ, ഇപ്പോൾ സിറ്റ് ഡൗൺ, ഓപ്പൺ ദ ഡോർ ഒക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ ടു ഇടുക. ഓക്കെ, പ്രീത റിക്വസ്റ്റഡ്, ഇപ്പം എന്നോടാണ് റിക്വസ്റ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. പ്രീത റിക്വസ്റ്റഡ് മീ ടു, ഇത് അതേപോലെ എഴുതി വയ്ക്കുക, സിറ്റ് ഡൗൺ. ഓക്കെ, പ്രീത റിക്വസ്റ്റഡ് മീ ടു സിറ്റ് ഡൗൺ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നമ്മളോട് ചോദിക്കുന്ന പോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ചിലപ്പോൾ ഒരു പാരഗ്രാഫ് പോലെ എഴുതേണ്ടി വരും. അതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ അത് ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരും. രാഘവ്, ഡിഡ് യു ലൈക്ക് ദ മൂവി? അപ്പം നമ്മൾ എന്ത് ചെയ്യും? രാഘവ് സ്നേഹനോട് ചോദിച്ചതാണല്ലേ. അപ്പം രാഘവ് ആസ്ഡ് സ്നേഹ. ഡിഡിൻ്റെ എന്താവും? യെസ്, ഇഫ് ആവും അല്ലേ. ഇഫ് ഷീ. ഇനി ലൈക്ക് ദ മൂവി, അപ്പം നിങ്ങൾ പറയും ഓ അപ്പം ലൈക്ക്ഡ് ദ മൂവി ആവും. പക്ഷെ ഡിഡ് യു ലൈക്ക് ദ മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ലൈക്ക്ഡ് ദ മൂവി എന്ന് തന്നെയാണ് അതിൻ്റെ മീനിങ്. അപ്പം ഷീ ഹാഡ് ലൈക്ക്ഡ് ദ മൂവി ആവും. അപ്പം നിങ്ങൾ ചോദിക്കും മിസ്സേ അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഡിൻ്റെ കൂടെ ലൈക്ക് വന്നു. ലൈക്ക് എന്നല്ല, ഏത് വേർബ് വന്നാലും അതിൻ്റെ അർത്ഥം അത് പാസ്റ്റ് ടെൻസിലാണ് ഓൾറെഡി. ഓക്കെ, അതുകൊണ്ടാണ് പാസ്റ്റിൻ്റെ പാസ്റ്റായിട്ട് ഇവിടെ ഹാഡ് വന്നത്. ഓക്കെ, ഇനി സ്നേഹ റിപ്ലൈഡ്. പക്ഷെ സ്നേഹ എങ്ങനെ റിപ്ലൈ ചെയ്യുന്നത്? യെസ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ യെസ് എന്നുള്ള ആൻസർ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? സ്നേഹ റിപ്ലൈഡ് പോസിറ്റീവ്ലി. ഓക്കെ, ആൻഡ് സെഡ്. അപ്പം നിങ്ങൾ പറയും മാം നോ ആണെങ്കിൽ നെഗറ്റീവ്ലി. ഓക്കെ, അപ്പം സ്നേഹ റിപ്ലൈഡ് പോസിറ്റീവ്ലി. ഇനി നോ ആണ് പറയുന്നതെങ്കിൽ സ്നേഹ റിപ്ലൈഡ് നെഗറ്റീവ്ലി ആൻഡ് സെഡ് ദാറ്റ് ഇറ്റ്, ഇവിടെ ഇസ് അമേസിങ് എന്താവും? വാസ് അമേസിങ്. ചില ആൾക്കാർ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇറ്റിനെ ദാറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളിവിടെ സ്കൂളിൽ നിന്ന് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദാറ്റായിട്ട് തന്നെ കൺവേർട്ട് ചെയ്തോളൂ കേട്ടോ. യെസ്, അപ്പോൾ ഇതാണ് ആൻസർ. ഇനി നിങ്ങൾക്കുള്ള ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ ഒരു പാരഗ്രാഫായിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതണം. ആൻഡ് ആ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണ് വേണ്ടത് എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക.